ഹലോ അസ്സാം വലൈക്കും. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പുതുതായിട്ട് ആരെങ്കിലും വീഡിയോ കണ്ടെങ്കിൽ വീഡിയോ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക, ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. വീഡിയോ കണ്ടിട്ട് നിങ്ങളുടെ അഭിപ്രായങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യണം കേട്ടോ. അപ്പോൾ ഇന്ന് പണിക്കാർ വരൂല എന്നൊക്കെ പറഞ്ഞ് പോയിന് ഇന്നലെ അമ്മ. അപ്പോൾ ഇന്നലെ രാത്രി വിളിച്ചിക്കാണ്ട് ഒരു ഇന്ന് വരും എന്ന് പറഞ്ഞിട്ട് അപ്പോൾ ഇന്ന് വന്നിക്കണേ. അപ്പോൾ പുറമൊക്കെ വെള്ളം അടിച്ച് കഴുകലും അടിക്കലൊക്കെ ആണ് കേട്ടോ പണി. അപ്പം ഇന്ന് ഞങ്ങൾ ഉള്ളിൽ തന്നെ കേട്ടോ. ഇന്നലെ ഫുള്ളും പുറത്ത് തന്നെയാണ്, ഇന്നപ്പോൾ ഞങ്ങൾ ഉള്ളിലാട്ടോ. അപ്പം ചൂടെടുത്തിട്ട് ഓടി നിൽക്കാനും ഇരിക്കാനൊന്നും കഴിയില്ല കേട്ടോ. അപ്പോൾ ഞങ്ങൾ റൂമിൽ വന്നിങ്ങനെ ഇരിക്കാട്ടോ. റൂമിൽ ഫുള്ള് സാധനമാണല്ലോ അവിടെ, അതിൻ്റെ ഇടയിൽ വന്നിങ്ങനെ കുത്തിരിക്കുകയാണ്. അപ്പോൾ ഇന്നലെ നമ്മൾ റാക്കിൻ്റെ നൂറൊക്കെ പോലും അടിക്കലും അത് കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് അടുക്കള കേട്ടോ. അപ്പോൾ ഞാൻ വിചാരിച്ചിരുന്ന ഇന്ന് പാത്രവും ചട്ടിയും കുടിക്കൊക്കെ കേകി ഒഴിഞ്ഞോടെ അങ്ങനെ അങ്ങോട്ട് തന്നെ കയറ്റി വെച്ചാണ്ട് അങ്ങനെ സെറ്റാക്കാന്ന് കരുതി നിൽക്കുക കേട്ടോ. അതാണെങ്കിൽ തീരണുള്ള പണി. ഇമ്മാക്കൊക്കെ ഇപ്പോൾ പൂതി കഴിഞ്ഞിക്കണ്. അവിടെ വെള്ളം അടിച്ചിന് വെള്ളം ഇങ്ങോട്ട് ഉള്ളിലേക്ക് വരുന്നുണ്ട് കേട്ടോ, പുറത്തടിക്കുന്നത്. അപ്പോൾ ഉമ്മ പറയാം ഉമ്മക്ക് പൂതി കഴിഞ്ഞാൽ എന്നും തന്നെയല്ല പണി. ഇപ്പോൾ കുറേ ദിവസമായിട്ടൊരു മാസമാവാനായി ഇത് തന്നെയാണ് പണി. അപ്പോൾ ഉമ്മക്ക് പൂതി കഴിഞ്ഞിക്കണല്ലോ. പൂതി കഴിഞ്ഞിട്ട് കാരണം നിന്നിട്ട് കാര്യമില്ലല്ലോ. അപ്പോൾ നമ്മൾ ചട്ടിയും കുടുക്കി പാത്രമൊക്കെ കേൾക്കണം, അത് അങ്ങനെ തന്നെ കയറ്റി വെക്കണം, അതൊക്കെയാണ് കേട്ടോ. അപ്പോൾ നമ്മൾ ഇന്നത്തെ പണി ഇപ്പോൾ അടുക്കളുടെ കോലം കാണിച്ചത് ആകെ എന്തോ ആയി കിടക്കുക. ഞാൻ അതിങ്ങോട്ട് റെഡിയാക്കി എടുക്കണം കേട്ടോ. നമ്മൾ അടുക്കളുടെ കോലുള്ളത് നമ്മൾ ആ സ്റ്റാൻഡ് ഇവിടുന്ന് ഒഴിവാക്കിയതിനോട് ഫുള്ള് സാധനം ഇവിടെ ഇങ്ങനെ വെച്ച് ആകെ എന്തൊക്കെ ഒരു അരപ്പാണ്. എമ്മച്ചി എത്ര കഴുകിയിട്ടും നന്നാക്കിയിട്ടും അങ്ങോട്ട് റെഡി ആവണില്ല. അപ്പം ഞാൻ ആദ്യം നമുക്ക് ആ സ്റ്റാൻഡിനെ കഴുകിയിട്ട് ഇവിടെ കൊണ്ടുവന്ന് കൊടുക്കണം. അതിൻ്റെ മുന്നേ അവിടെ തുടക്കണം. എന്നിട്ട് അതിനവിടെ കൊണ്ടുവന്ന് വെച്ചാലേ നമുക്ക് പാത്രങ്ങളൊക്കെ നമുക്ക് ഔത്താൻ കഴിയുള്ളൂ. പിന്നെ കുറച്ച് അവിടെ അതൊക്കെ നമുക്ക് കയറ്റി വെക്കാം, അതൊക്കെ നമുക്ക് അങ്ങോട്ട് കയറ്റി വെക്കാം. അങ്ങനെ പെട്ടിയിലുള്ള സാധനമൊക്കെ ആദ്യം തന്നെ കയറ്റി വെച്ചിട്ടോ. അതൊക്കെ ഉമ്മച്ചി തുടച്ച് വെച്ചിനി ഇന്നലെ കേട്ടോ. തലേ ദിവസമൊക്കെ ഉമ്മ തുടച്ച് വെച്ചതിനോട് തന്നെ അതങ്ങനെ എടുത്ത് വെച്ചാൽ മതിയിനി. അപ്പം പിന്നെ അതൊക്കെ വേഗം അങ്ങോട്ട് എടുത്ത് വെക്കാമെന്ന് കരുതിയാണ്ട് ആദ്യം തന്നെ അതൊക്കെ എടുത്ത് വെക്കാമെന്ന് നിന്നേക്കാട്ടോ. അപ്പോൾ ഉമ്മ അതാ ബാക്കിൽ നിന്നിട്ട് ഇങ്ങനെ വീഡിയോ എടുത്ത് തരുന്നുണ്ട് കേട്ടോ. ഇമ്മക്ക് വീഡിയോ എടുക്കലൊന്നും അറിയില്ല കേട്ടോ. ഇമ്മ അറിയാം എനിക്ക് വീഡിയോ എടുക്കണമെന്ന് അറിയില്ല, എന്നെ ഏൽപ്പിച്ചല്ലേ എന്ന് അതെങ്ങനെ പറയും. പിന്നെ ഞാൻ ഇങ്ങനെയാണ് നിൽക്കല്, അങ്ങനെ ആക്കിയോളി ഇങ്ങനെ ആക്കിയോളി എന്നൊക്കെ പറഞ്ഞ കട എടുപ്പിച്ച കേട്ടോ. പിന്നെ നമ്മൾ ഈ കറണ്ട് അടുപ്പില്ലേ ഇതിൽ സംഭവം കേടന്നതാട്ടോ. അതാണ് ഞാൻ കാണിച്ചു തന്നെ. അപ്പോൾ ഒത്തിരി സ്റ്റോറേജ് ഫുള്ളായി നിന്നിട്ടോ. അത് കേടന്നതാട്ടോ, കുറേ മുന്നത്തതാണ്. പക്ഷെ എന്നാലും പെട്ടിയിലാക്കി ഇങ്ങനെ എടുത്ത് വെക്കും കേട്ടോ. പിന്നെ ഇതാക്കണം ടോല് അടിച്ച് വെള്ളം അടിച്ചിട്ടുള്ള കോലാട്ടോ. പിന്നെ ഈ ഭാഗത്തത്തെ ഈ കട്ടിലും ഇതൊക്കെ ഒന്ന് മാറ്റി കൊടുക്കണം, ഓൽക്ക് അവിടെ കഴുകണമെങ്കിൽ കാരണം. പിന്നെ ഞാനും ഉമ്മയല്ലേ ഉള്ളത്, ഞങ്ങളോട് പിടിച്ചാനും നീക്കാനൊന്നും കഴിയൂലല്ലോ. തൽക്കാലം ബെഡിനെ ഞങ്ങൾ തുടച്ച് നല്ലോണം വൃത്തിയാക്കിയാണ്ട് അകത്തേക്ക് കൊണ്ടുവച്ചിട്ടും. പിന്നെ അപ്പം നമ്മളെ സ്റ്റാൻഡിൻ്റെ കോലം എങ്ങനെയാട്ടോ ഇപ്പോൾ ഉള്ളത്. അപ്പം സ്റ്റാൻഡിന് ആദ്യം കേൾക്കണം പറഞ്ഞില്ലേ ഞാൻ. അങ്ങനെ അങ്ങ് പുറത്തേക്ക് ഇറങ്ങിയതാട്ടോ. പിന്നെ ഓല് ആ ചിമ്മിണിൻ്റെ അവിടെ പുകയേനി ഒന്നായിട്ടോ പുറത്ത്. ആ കുഴൽ പൊട്ടിക്കാണ്ട് ഫുള്ള് പുകയേനി. അത് കേൾക്കിയതിൻ്റെ ഇതാട്ടോ ഈ ഉള്ളിലേക്ക് വന്നത്, ഫുള്ള് ഉള്ളിലേക്കാട്ടോ വന്നത് അത്. അപ്പോൾ ഞാൻ ആദ്യം തന്നെ അത് തുടച്ചെടുക്കട്ടെ വിചാരിച്ചിട്ടോ. എന്നിട്ട് കമ്പി തുടക്കുക വിചാരിച്ചിട്ട് പിന്നെ കൊണ്ടുവന്ന് വെക്കുക സ്റ്റാൻഡൊക്കെ ഒന്ന് കരുതിയിട്ടോ. ഈ ടൈലിങ്ങനെ വെള്ള ടൈലും ആണല്ലോ. അപ്പോൾ അതിന്മേൽ ഇങ്ങനെ ഇത് നിൽക്കണ കാണുമ്പോൾ എന്തോ ഒരു ഗതികേട് കേട്ടോ, എന്തോ ഒരു എരപ്പായി ഇങ്ങനെ നിൽക്കല്ലേ. അപ്പം പിന്നെ വേഗം അത് തുടക്കാന്ന് കേട്ടോ. അങ്ങോട്ട് അപ്പോത്തിനും തന്നെ അത് ഉറച്ചിക്കണം കേട്ടോ. പിന്നെ വേഗം അതൊക്കെ ഒന്ന് തുടച്ചെടുത്ത് ഈ ഭാഗമൊക്കെ തുടക്കൽ ഞാൻ തന്നെയാണ് കേട്ടോ. കാരണം ഉമ്മാക്ക് അവിടെ കയറി ആയി തുടക്കാനൊക്കെ ഗതികേടാണ്. അപ്പോൾ ഇങ്ങനത്തെ സ്ഥലമൊക്കെ തുടക്കൽ ഞാൻ തന്നെയാണ് കേട്ടോ അധികവും. പിന്നെ അത് അവിടെ തുടക്കലൊക്കെ കഴിഞ്ഞാൽ ഇവൾക്ക് എന്താ പണി നോക്കാൻ വേണ്ടി ഫോണും കൊണ്ട് മുകൾക്ക് കയറിയതാണ് കേട്ടോ. ഇതാക്കണം ഇവിടെ ഈ വാർപ്പിൻ്റെ നൂറൊക്കെ ഫുള്ള് പൂപ്പലും ഇതൊക്കെ പിടിച്ച് ആകെ സംഭവം എരപ്പാണ് കേട്ടോ. നമ്മൾ ആ വൈറ്റ് സിമെൻറ്റ് അടിച്ചതാട്ടോ. പിന്നെ ഒരു പൈൻറ്റോ അതോ ഒന്നും അടിച്ചിട്ടില്ല കേട്ടോ ഇതുവരെ. ആ വൈറ്റ് സിമെൻറ്റ് പോലെ ഇനി അപ്പോൾ ആകെ എരപ്പായിന് കേട്ടോ. അതൊക്കെ ഏതായാലും ഓല അതിനോട് വൃത്തിയാക്കിട്ടോ. വെള്ളം കുറച്ച് വേണം. പിന്നെ ഇതാണ് കേട്ടോ നമ്മളെ കോണിൻ്റെ ഒരു ലുക്ക് മുകളിൽ നിന്ന് നോക്കുമ്പോൾ. ഞാൻ പറഞ്ഞില്ലേ മുകളിൽ നിന്ന് നോക്കുമ്പോൾ നല്ല രസമാണെന്ന്. അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ഇടേണ്ടിട്ടോ, രസമില്ലേ. അപ്പോൾ ഇതാണ് നമ്മളെ ഹാളും കോണിയും ഇതൊക്കെ കേട്ടോ. എനിക്കല്ല ഇഷ്ടമായി. പെര മുഴുവൻ പണിയും കഴിയുമ്പോൾ വേറൊരു രസം തന്നെയാണല്ലേ. എല്ലതും കഴിഞ്ഞ് കയറാൻ പറ്റാനൊരു ഭാഗ്യം തന്നെയാണ്. അപ്പോൾ അടുക്കള ഫുള്ള് ഞാൻ തുടച്ച് ക്ലീനാക്കി. അതേപോലെ സ്റ്റാൻഡിനും കേക്ക് അവിടെ കൊണ്ടുവന്ന് വെച്ചിട്ടോ. അപ്രാവശ്യം നമ്മൾ അറേഞ്ച്മെൻറ്റ്സൊക്കെ ഒന്ന് മാറ്റിയിട്ടോ. ഈ സംഭവങ്ങളൊക്കെ നമ്മളിവിടെയും മുകളിലേയും. അപ്പോൾ ഞങ്ങളിങ്ങനെ വിചാരിച്ചു അതൊന്ന് മാറ്റി പിടിച്ചാലോ. അപ്പോൾ ഓലൊക്കെ ഞങ്ങൾ ഇങ്ങോട്ട് വെച്ച് അപ്പോൾ ഇമ്മച്ചിക്ക് ഇവിടെ അടിയിൽ ഇനി ഞങ്ങൾ പാത്രങ്ങളൊക്കെ ഇങ്ങനെ വെക്കില്ല. അപ്പോൾ ഉമ്മാക്ക് അവിടെ വെക്കാനൊരു ഇത് അവിടെ വെക്കണ്ടെന്നുള്ളൊരു അഭിപ്രായം. അതിൻ്റെ അടിയൊന്നും തൊടത്തൂല എന്നൊക്കെ ഉള്ള. അപ്പോൾ എന്നാൽ ഓലൊക്കെ ഇതിൻ്റെ അടിയിലേക്ക് വെക്കാം. അപ്പോൾ ഇതിൻ്റെ മുകൾക്ക് അടിയിലോലെ മുകൾക്ക് കയറ്റേണ്ടി വരും. അപ്പോൾ അവിടെ അല്ലോ നമ്മൾ നേരെ ഇങ്ങോട്ടാക്കി.
അപ്പോൾ എങ്ങനെ ഉണ്ടെന്ന് കമൻറ്റ് ഇടേണ്ടിട്ടോ. അവിടെയൊക്കെ പിന്നെ സെറ്റാക്കി അതിൻ്റെ ശേഷം പിന്നെ നേരെ പുറത്തേക്ക് ഇറങ്ങിട്ടോ. വലിയ ചെമ്പും കുടുക്കൊക്കെ ഉണ്ടല്ലോ. ഇതൊന്നും ഉപയോഗിക്കലേ അല്ല, എന്തിനുള്ളതാണെന്നൊന്നും നമുക്കും അറിയില്ല കേട്ടോ. വെറുതെ ഇമ്മ റേക്കുമ്പോൾ സാധനം ഉണ്ടാവാൻ വേണ്ടി വാങ്ങി വെച്ചതാ തോന്നുന്നുണ്ട്. ഇതിനൊക്കെ കുറേ പയക്കുണ്ട് കേട്ടോ. ഇപ്പോൾ ഉള്ളൊന്നുമല്ല, പഴയ നമ്മൾ പഴയ പെര അതിന് അന്നത്തതാണ് കേട്ടോ ഇതൊക്കെ. പിന്നെ ഇങ്ങനെ ഓരോ പെര പൊളിച്ച് എടുക്കും. ഇപ്പോൾ അങ്ങോട്ട് കൊണ്ടുപോയി, പിന്നെ അവിടെ നിന്ന് ഇങ്ങോട്ട് കൊണ്ടുവന്ന് അങ്ങനെ കൊണ്ടുപോരുകയാണ്. വലിയൊരു ചെമ്പ് കുടുക്കി. ഈ കുടുക്കൻ്റെ ഒക്കെ ഒരു കനം എത്രയെന്ന് അറിയാം. അപ്പോൾ പിന്നെ അതൊക്കെ തേച്ച് കേക്കിയ തീരെ ഉപയോഗിക്കാത്തതിനോട് തന്നെ ഫുള്ള് പൊടിയും മാറാലിയും ഒക്കെ നിറഞ്ഞിരിക്കുന്നു കേട്ടോ. അപ്പോൾ പിന്നെ മൊത്തത്തിൽ കേക്ക് ഏതായാലും പുറത്തിറക്കിയില്ലേ, കേക്കിയിട്ട് കയറ്റാന്ന് വിചാരിച്ച് നോമ്പാകുമ്പോഴൊക്കെയാണ് അതൊക്കെ ഒന്ന് കേക്കിയൽ കേട്ടോ. അങ്ങനെ ഫുള്ള് പിന്നെ അതൊക്കെ കേക്കി ഇമ്മ ഇങ്ങനെ വാങ്ങി വെച്ച് ഞാനങ്ങനെ കേക്കി കൊണ്ടുവന്ന് വെച്ച് കുറേ ഉണ്ടായിരുന്നു കേട്ടോ കേൾക്കാനും. ഫുള്ള് കേക്കി അത് നടു ഒടിഞ്ഞു കിട്ടോ. അപ്പോഴത്തേനും അതാ ഇന്നത്തെ നമ്മളെ പണി കഴിഞ്ഞിട്ടോ. ഇൻ്റെത് ഇമ്മ കുളിച്ചില്ല, എൻ്റെ കുളിയൊക്കെ കഴിഞ്ഞ്, എൻ്റെ വയസ്സമ്മൻ്റെ ഒക്കെ കുളിയൊക്കെ കഴിഞ്ഞിട്ടോ. ഒരു കാക്ക പോവില്ല കേട്ടോ, ആ കാക്ക ഇവിടെ ഉണ്ട്. അത് മറ്റേ വെള്ളമടിച്ച് കേൾക്കണ മെഷീനും കൊണ്ട് വന്നതേ കേട്ടോ. ഇന്ന് പുറം കേൾക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ആ കാക്കാരനെ ഇന്ന് അത് ഫുള്ള് തീർത്തിട്ട് പോകാമെന്ന് പറഞ്ഞു. മറ്റോരൊക്കെ പോയിട്ടോ, ഈ കാക്ക മാത്രം പോയിട്ടില്ല, ഇവിടെ ഉണ്ട്. കുഴങ്ങി കേട്ടോ. കുളി കഴിഞ്ഞപ്പോൾ ഇവിടെ കയറണുള്ളൂ കേട്ടോ. അപ്പോൾ അടുക്കളയൊക്കെ സെറ്റാക്കിട്ടോ. ആ ഈ പണിക്കാരൊക്കെ പോയി നോളെ, രണ്ടാൾ പോയിക്കണേ, അതാ പറയണം. അപ്പോൾ അടുക്കളയൊക്കെ ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഒക്കെ സെറ്റാക്കി ആകെ റെഡി ആക്കി എടുത്തിട്ടോ. കുഴങ്ങിട്ടോ. ഇമ്മത്തെ നോക്കിക്കണേ, അത് അടുക്കളയൊക്കെ നീ ക്ലീൻ ആക്കിയിട്ടോ. കണ്ടോ, ആദ്യത്തെ ഇവിടെയൊക്കെ സാധനമൊക്കെ ഫുള്ള് വെച്ചു സെറ്റാക്കി. ഇല്ലമ്മ എന്താ പറയാനുള്ളത്? അപ്പോൾ ഫുള്ള് ഞാൻ അടക്കി ഒതുക്കി വെച്ചിക്കണം. അപ്പോൾ എങ്ങനെ ഉണ്ട് നിങ്ങൾ കമൻറ്റ് കേട്ടോ. ഇവിടെ കേട്ടോ ആദ്യം വെക്കൽ പാത്രങ്ങളൊക്കെ, അതൊക്കെ ഇപ്പം ഉമ്മ അങ്ങോട്ടാക്കി. പിന്നെ അവിടെയുള്ള പാത്രങ്ങളൊക്കെ ഇങ്ങോട്ടും ആക്കി കേട്ടോ. അപ്പോൾ ഒക്കെ റെഡിയാക്കി വെച്ചു. ഇന്ന് ഞങ്ങൾ അങ്ങാടിയിൽ കാവനൂർ പോകണമെന്ന് വിചാരിച്ചിനി കേട്ടൊന്ന് കുറച്ച് സാധനങ്ങളൊക്കെ വാങ്ങാണ്ട്. റേക്കും ഇതൊക്കെ തട്ടിക്കൊട്ടിയപ്പോൾ കുറേ പഴയ പാത്രങ്ങളും ഇതൊക്കെ കിട്ടി. അപ്പോൾ അതൊക്കെ ഒന്ന് കൊണ്ടുപോയി കൊടുക്കുകയും ചെയ്യാം. എന്നിട്ട് പുതിയതൊക്കെ കുറച്ച് വാങ്ങാന്നൊക്കെ പ്ലാൻ ഉണ്ടായിരുന്നു. പക്ഷെ എന്ത് നടക്കുമോയെന്ന് അറിയില്ല, പോകുമെന്നൊന്നും അറിയില്ല കേട്ടോ. ഇമ്മ കുളിച്ചിട്ടൊന്നുമില്ല, അമ്മയുടെ കുത്തിറക്കുണ്ട്. അപ്പോൾ അമ്മോനൊക്കെ വിളിച്ച് ഏൽപ്പിച്ചിനി ഞാൻ വൈകുന്നേരം പോകണം എന്നൊക്കെ പറഞ്ഞേക്കാണ്ട് കേട്ടോ. ഓൻ വാങ്ങുമ്പോൾ വിളിച്ചേണ്ടിന്നൊക്കെ പറഞ്ഞിനി. പക്ഷെ നമുക്കിതുവരെ ആയില്ല. ഇപ്പോൾ കുളിയൊക്കെ കഴിഞ്ഞ് കയറണം കേട്ടോ. ചോറൊക്കെ തിന്നട്ടെ. അപ്പോഴത്തേനും ഈ കട പൂട്ടുമോയെന്ന് ഓല് രാത്രി വരെ ഒന്നും ഉണ്ടാവില്ലല്ലോ, ഓല് വേഗം പൂട്ടൂലേ. ഇനി പൂട്ടോ എന്താണെന്നൊന്നും അറിയില്ല. ഏതായാലും പോയോക്കണം കേട്ടോ. കൊടുക്കണം, പഴയത് കൊടുത്ത് പുതിയത് വാങ്ങാമൊക്കെ. അപ്പോൾ അടുക്കള അടുക്കള ഒന്ന് ഫുള്ളുണ്ട് സെറ്റാക്കി വെച്ച്. ഇനി ഓരോരോ റൂം അതുപോലെ നമുക്ക് ഇങ്ങനെ റെഡിയാക്കി എടുക്കണം. ഇനി അപ്പോക്സി ഇടാനും കൂടി ഉണ്ട്, അതുകൂടിയും കഴിഞ്ഞാലണ്ട് തീരും. അപ്പോൾ ഇവിടെയൊക്കെ ഫുള്ള് മറ്റേത് ഒലിച്ചീനി കേട്ടോ, കരി ഇങ്ങനെ ഒലിച്ചീനി, അതൊക്കെ റെഡിയാക്കി എടുത്തു. അപ്പോൾ എങ്ങനെ ഉണ്ട് നിങ്ങൾ കമൻറ്റ് ഇടേണ്ടിട്ടോ. പിന്നെ അത് നേരെ മാറ്റി ഞങ്ങൾ അങ്ങാടി പോകാൻ കേട്ടോ. അപ്പം അമ്മ പോരുന്നില്ല, നേരം വൈകുന്നേരമായി എന്നൊക്കെ പറഞ്ഞിനി. ഏതായാലും ഞാൻ ഇമ്മാനെയും വലിച്ച് മാറ്റിപ്പിച്ച് കൊണ്ടുപോവാണ് കേട്ടോ. ഇമ്മാക്ക് നേരം വൈകുന്നേരമായാൽ പിന്നെ പോരാനൊക്കെ മടിയാണ് കേട്ടോ. നേരെ എത്ര ആയില്ലേന്നറിയും. ഞാൻ അപ്പം ഉമ്മാനോട് ഞാൻ പറയാം, എത്ര പെരയിൽ വേറെ ആരുമില്ലല്ലോ എന്നൊക്കെ പറഞ്ഞാണ്ട് ഉമ്മാനെ വലിച്ച് കൊണ്ടുപോയതാട്ടോ. ഉമ്മാക്ക് മരിവാകുമ്പോഴത്തേനും പെരയിലെത്തണം, അല്ലേ ഉമ്മാക്ക് ബേജാറാണ്. അങ്ങനെ പോയി ഞങ്ങൾ ചൂല് ചേര ഞങ്ങൾക്ക് കാണിച്ചു തന്നില്ലേ, നമ്മളോടത്തെ ചേരൻ്റെയൊക്കെ കോലപ്പോൾ പുതിയ ചേരവിയും സാധനമൊക്കെ വാങ്ങി. സാധനം അങ്ങോട്ട് കണ്ടു നോക്കുമ്പോൾ ഏതൊക്കെ വാങ്ങേണ്ടിയെന്ന് വീരല്ല കേട്ടോ. ഭയങ്കര ചൊറുക്ക് ഈ പാത്രങ്ങളൊക്കെ ഇങ്ങനെ വെച്ച് കാണാൻ. അപ്പോൾ ഏതൊക്കെ വാങ്ങേണ്ടിയത് വീരല്ലേ കേട്ടോ. അങ്ങനെ പിന്നെ ഞങ്ങൾക്ക് ആവശ്യമുള്ള സാധനമൊക്കെ കുറച്ചൊക്കെ ഞങ്ങൾ വാങ്ങി നേരെ പെരേക്ക് പോകും കേട്ടോ. അപ്പോൾ തന്നെ 8 മണിയിലൊക്കെ പോയി സാധനമൊക്കെ വാങ്ങി നേരെ ഞങ്ങൾ പെരേക്ക് പോകുന്നു കേട്ടോ. പിന്നെ അങ്ങാടിയിൽ നിന്ന് ഞങ്ങൾ രാവിലെ മിൽക്കൊക്കെ കുടിച്ച് ഐസമോളും എന്നെ കാണിച്ചു കൊടുത്തണേ. കണ്ട് ഓള് കുറച്ച് മുട്ടായും വാങ്ങിക്കണം, അതാണ് കാണിച്ചു കൊടുക്കുക അറിയുന്നത്. പിന്നെ വലിയ മോൻ്റെ അപ്പാട്ട് ഞങ്ങൾ പോകുന്നത്. അങ്ങനെ പോയി കുറച്ച് സാധനങ്ങൾ അത്യാവശ്യമുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കാണ്ട് കുഞ്ഞുട്ടിൻ്റെ ഇപ്പം പോയതിന് വലിയ മോന് കുഞ്ഞുട്ടി കേട്ടോ, അതാ പറയണത്. അങ്ങനെ ഞങ്ങൾ സാധനമൊക്കെ വാങ്ങി പെരയിലെത്തി. അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രേ ഉള്ളൂ. എന്നൊരു തിരക്ക് പിടിച്ചൊരു ദിവസം കേട്ടോ. മൊത്തത്തിൽ ഇങ്ങനെ അതൊരു ദിവസം എവിടെ ഇരുന്നിട്ടില്ലെന്ന്. അപ്പം നാളെ വേറെ ഒരു സ്പെഷ്യൽ വീഡിയോ ആയിട്ട് ഞാൻ വേറെ കേട്ടോ. നാളെ ഒരു സർപ്രൈസ് ഉണ്ട്, നാളത്തെ വീഡിയോ. അപ്പം അത്ര ഉള്ളൂ കേട്ടോ. അപ്പോൾ ഇന്നത്തെ നമ്മളെ വീഡിയോ. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും ഷെയറും സബ്സ്ക്രൈബൊക്കെ അടിക്കുക. അപ്പോൾ നാളെ നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം. ടാറ്റ, ബൈ ബൈ.